ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടും അറ്റ്മോസ്ഫിയർ എല്ലാം ചേഞ്ച് ആയിട്ടുണ്ടല്ലോ എന്ന്. അതെ, ഞാൻ ഇന്നെൻ്റെ ഓഫീസിലിരുന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തംബ്നെയിൽ എല്ലാവരും കണ്ട പോലെ എന്താണ് ഞാൻ ചെയ്യുന്നത്, എവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാൻ എന്തായിരുന്നു പഠിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനുമായിട്ട് ഒത്തിരി അടുപ്പുള്ളവർക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നാലും ഇപ്പോൾ നമ്മളുടെ യൂട്യൂബ് ആവുമ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവരും കാണുമല്ലോ. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാൻ പഠിച്ചത് ബിടെക് ആയിരുന്നു. ബിടെക് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ MBA ആണ് എടുത്തത്. അപ്പോൾ MBA ആയി റിലേറ്റഡ് ആയിട്ട് ഞാൻ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര് സെലാൻഡിയ ഇമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ്. അവിടെ ഞാൻ HR മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് നേഴ്സസ് എബ്രോഡ് രജിസ്ട്രേഷനാണ് വരുന്നത്. UK, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ഉള്ള നേഴ്സസിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സാണ് നമ്മളുടെ ഓഫീസിൽ നമ്മൾ ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് UK നിന്നുള്ള നേഴ്സസിൻ്റെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം കൂടാതെ ന്യൂസിലൻഡും ഓസ്ട്രേലിയയും ഇന്ത്യയിൽ നിന്ന് മൂവ് ചെയ്യാൻ താല്പര്യമുള്ള നേഴ്സസിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങും ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റഡി അബ്രോഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടുമിക്ക കൺട്രികളിലും സ്റ്റഡി അബ്രോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്റ്റഡി അബ്രോഡിൻ്റെ വിങ് നടക്കുന്നത് എറണാകുളത്താണെന്ന് മാത്രം. നമ്മളുടെ ഇവിടുത്തെ ഓഫീസിൽ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അവരുടെ ഡോക്യുമെൻറ്റ്സ് കളക്ഷനും ബാക്കിയെല്ലാം ഇവിടെ ചെയ്യും. പക്ഷേ പ്രോസസ്സിംഗ് എല്ലാം നമ്മുടെ എറണാകുളത്തെ ഓഫീസിലാണ് ചെയ്യുന്നത്. കൂടാതെ നമുക്കൊരു ബ്രാഞ്ച് കൂടെ ഉണ്ട്. കണ്ണൂരാണ് നമ്മളുടെ ബ്രാഞ്ച്, തലശ്ശേരിയിലാണ് ഉള്ളത്. പിന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുന്നേ അതെല്ലാം മാനുവലായിട്ടായിരുന്നു പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാം ഓൺലൈനാണ്. അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ തന്നെ എല്ലാവർക്കും ഇപ്പോൾ പ്രോസസ്സിങ്ങിന് ചെയ്യുന്നതിന് എന്തായാലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്തായാലും വേണം. ആർക്കും അത് തനിയെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മുടെ ഓഫീസിൽ നമ്മൾ ചെയ്യുന്നത്. മെയിനായിട്ട് ഈ UK ടു ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡ് ടു ഓസ്ട്രേലിയ മൂവ് ചെയ്യുന്ന നേഴ്സസിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓരോ പോർട്ടൽ കാണും. അവരുടെ മെയിനായിട്ട് പോർട്ടൽ മെയിൻ്റെനൻസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒഫീഷ്യൽ കോൺടാക്ട് നമ്പർ ഇവിടെ ഷെയർ ചെയ്യാം. അതിനകത്താണെന്നുണ്ടെങ്കിലും വിളിച്ചായാലും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ചോദിക്കാം. പിന്നെ ഇതാണ് എൻ്റെ ഓഫീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് വരുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു ഓഫീസിലിരുന്നുകൊണ്ട് ഒരു യൂട്യൂബ് വീഡിയോ എല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നോർമൽ അല്ല, പ്രൈവറ്റ് സ്ഥാപനത്തിൻ്റെ പോലെ അങ്ങനെ അത്ര ഭയങ്കര സ്ട്രിക്റ്റായ ഒരു സ്ഥാപനമൊന്നുമല്ല നമ്മളുടെ. നമുക്ക് വർക്കുള്ള ടൈമിൽ നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളത് ഒഴിച്ച് നമ്മളുടേതായ ഫ്രീ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അങ്ങനെ വലിയ സ്ട്രിക്റ്റും കാര്യങ്ങളൊന്നുമില്ല. അതെല്ലാം ഞാൻ ഒരു ദിവസം നമ്മളുടെ ഓഫീസ് ടൂറായിട്ടും ഒക്കെ നടത്താം. അപ്പോൾ ഓഫീസിലുള്ള എല്ലാവരെയും നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ എല്ലാ കാര്യങ്ങളും പറയാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും നമ്മുടെ ഓഫീസ് അങ്ങനെ അത്ര വലിയ സ്ട്രിക്റ്റ് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊന്നും ഉള്ള സ്ഥലമല്ല. പിന്നെ നമുക്ക് വർക്കുള്ള ടൈമിൽ നമുക്ക് വർക്ക് ചെയ്ത് തന്നെ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം ഒരാളുടെ ഫ്യൂച്ചർ വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് നമ്മളുടെ 100% കൊടുത്തേ പറ്റത്തുള്ളൂ. അത് ഇതിനകത്തു നിന്നല്ല, ഏതൊരു ജോലിക്കകത്ത് അതേ പറ്റത്തുള്ളൂ. പക്ഷേ ബാക്കിയുള്ള ജോലിക്ക് നമുക്ക് അതിനൊരു എഡിറ്റിംഗ് ഓപ്ഷനോ ഇല്ലെങ്കിൽ അതിനൊരു പാരലായിട്ട് വേറൊരു പാത്ത് കാണുമായിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്കൊരു എഡിറ്റിംഗ് ഓപ്ഷനോ ഒരു പാരലിൽ വേറൊരു ഓപ്ഷനോ ഒന്നും ഇല്ല. അപ്പം നമ്മൾ അതിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഇതേതുകൊണ്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. പിന്നെ ഈ പറഞ്ഞ കൂട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമുക്കിവിടെ ഉണ്ട്. കാരണം നമ്മൾ 24/7 വർക്ക് ചെയ്യുന്നവരാണ്. കാരണം നമ്മളുടെ ക്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എല്ലാം ഉള്ളവരാണ്. ഒരു 80-85% അങ്ങനെയുള്ളവരാണുള്ളത്. അപ്പോൾ അവർക്ക് അവൈലബിൾ ആവുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ഓഫ് ടൈം ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് അവർ വിളിച്ചാൽ ഇല്ലെങ്കിൽ അവർക്കൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നമ്മളെപ്പോഴും ബാധ്യസ്ഥരാണ്.
അപ്പോൾ ഞങ്ങൾ ഏത് സമയത്താണെന്നുണ്ടെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളായതുകൊണ്ട് നമുക്ക് ഇച്ചിരി വർക്ക് കുറവുള്ള ടൈമിൽ നമുക്ക് ഇവിടെ അങ്ങനെ അത്ര വലിയ സ്ട്രിക്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓഫീസിൻ്റെ വിശേഷങ്ങളൊക്കെ. കൂടുതൽ വിശേഷങ്ങളും പ്രോസസ്സിങ്ങിനെ പറ്റിയൊക്കെ പിന്നെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇതിപ്പം ഞാൻ എൻ്റെ ജോലിയെ പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ, ഒരു ചെറിയ ഇത് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഇത് റിഗാർഡിങ് നമ്മളുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം. അതിനകത്തോ ഇല്ലെങ്കിൽ കമൻറ്റിനകത്തോ ഇല്ലാന്നുണ്ടെങ്കിൽ മെയിൽ ID ത്രൂവോ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ അതാണ് എൻ്റെ ഓഫീസ് വിശേഷങ്ങൾ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.